സർ, രാജ്യം മുഴുവനും കടുത്ത ദുഃഖത്തിലാണ്. ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം നമ്മളെ ഞെട്ടിക്കുക മാത്രമല്ല, കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയും. ഏതാണ്ട് എല്ലാ മനുഷ്യരും ഒത്തൊരുമയോടുകൂടി ഇതിനെ അപലപിക്കുകയും ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി കൊച്ചു കേരളത്തിൽ അതേസമയം ഒരു മാമാങ്കം എന്ന് തന്നെ പറയാം. CPM-ൻ്റെ ആസ്ഥാനമായ AKG സെൻറ്ററിന് നേരെ എതിർവശത്തുള്ള പുതിയ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം കെങ്കേമമായി നടന്നു. രാജ്യം കണ്ണീരിൽ ആണ്ട് അതീവ ദുഃഖത്തോടെ കടന്നു പോകുന്ന ഒരു മുഹൂർത്തത്തിൽ എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു? നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് എങ്ങനെ പറയുന്നത്. പിണറായി പറഞ്ഞത് ശരിയല്ലേ? ഈ 10ാം ഉദയം എന്ന് പറയുന്നത് ഇനി അടുത്ത വർഷം കാത്തിരിക്കണം. എന്താ ഈ 10ാം ഉദയം? 10ാം ഉദയ ദിവസം പിന്നെ എല്ലാവരും ഈ കൃഷി ചെയ്യും. ഞാനത് ഓർത്തില്ല സാർ. കൃഷി ചെയ്യും. പിന്നെ ഞാനൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ ഞാനൊക്കെ കൊണ്ടുപോയി പയറൊക്കെ നടും. അതെ, പയറ് അങ്ങനെയുള്ള വിത്ത് വെണ്ട, ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അന്നേ ദിവസം മുളച്ചു വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങ് ഇഷ്ടം പോലെ നമുക്ക് സമൃദ്ധി കിട്ടും. ഈ കൃഷി ചെയ്യാൻ അതായത് നമ്മുടെ പഞ്ചാംഗ പ്രകാരം ഏറ്റവും അനുയോജ്യമായ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ മേട 10 അഥവാ 10ാം ഉദയം. അന്ന് സൂര്യൻ മേടൻ രാശിയിൽ ഏറ്റവും ശക്തനായിട്ട് വരുന്നു എന്നുള്ളതാണ് ജ്യോതിഷപരമായ ഒരു കാര്യം. അന്നേ ദിവസം പായസമൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യും. പാൽപ്പായസ പൊങ്കാല ഏറ്റവും നല്ല ദിവസമാണ്. ഇതുപോലൊരു ദിവസം വേറെ ഇല്ലെന്നുള്ളതാണ്. അപ്പം AKG സെൻറ്റർ അങ്ങനെ ആ ദിവസം ഉദ്ഘാടനം ചെയ്തതിൻ്റെ പേരിൽ എന്തിനാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? അതും പിന്നെ കാരണഭൂതൻ അന്നേ ദിവസം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ സൂര്യനാണല്ലോ. അതെ, കത്തുന്ന മറ്റൊരു സൂര്യൻ, മറ്റൊരു സൂര്യന്, കപ്പിത്താന്, കാരണഭൂതന്, ക്യാപ്റ്റൻ, അങ്ങനെ വിശേഷം. ഇപ്പൊ ക്യാപ്റ്റൻ മാറി. പക്ഷേ ഇപ്പൊ ക്യാപ്റ്റൻ മാറിയെങ്കിലും ആ രണ്ടാം മുണ്ടനല്ലേ ഉദ്ദേശിക്കുന്നത്, പുതിയ ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻ താണ്ട ചിത്രത്തിൽ പുറകിലാണ് നിൽക്കുന്ന കണ്ടത്. അതെ, ആ ക്യാപ്റ്റനെ എനിക്ക് തോന്നുന്നു ഈ കാരണഭൂതന്റെ കാല് കൊണ്ട് ഒരു ചവിട്ട് കൊടുത്ത് പുറകോട്ട് മാറ്റിയതാണ്. സാർ, ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പരിഹസിച്ച് രാഷ്ട്രീയ എതിരാളികൾ പറയും, അഖിലേന്ത്യാ പ്രസിഡന്റിനേക്കാൾ വലിയ പവറുള്ള സംസ്ഥാന പ്രസിഡന്റ്. കാരണം പാണക്കാട് തങ്ങൾ ആണ് സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുന്നത്, അഖിലേന്ത്യാ പ്രസിഡന്റ് വേറൊരാളായിരിക്കും. പക്ഷേ ഈ അഖിലേന്ത്യാ പ്രസിഡന്റ് പോലും വന്ന് താഴ്മയോടെ വണക്കം പറഞ്ഞ് നമസ്കാരം പറഞ്ഞ് പിന്നെ തല താഴ്ത്തി സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഉത്തരവ് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുപോലെയാണോ ഈ AKG സെൻറ്ററിലെ ഈ ഉദ്ഘാടന ചടങ്ങിൽ കാണുന്ന ആ ചിത്രം? അല്ല, ഈ ബേബിക്കൊന്നും വലിയ റോളില്ലെന്ന്. പ്രശാന്ത്, ഈ രാജ്യത്തില്ലാതായി ഒരു പാർട്ടി, ആ പാർട്ടിക്ക് പിന്നെ ഒരു ദേശീയ സെക്രട്ടറി. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളത് എന്താ, ഒരു ചൊല്ലുണ്ട്, കുളിച്ചില്ലെങ്കിലും പുരപ്പുറത്ത് കിടക്കണം എന്ന് പറഞ്ഞ പോലെ ദേശീയ സെക്രട്ടറി ഇരിക്കട്ടല്ലേ. ഇത് എന്ത് ബേബി സഞ്ചിയൊക്കെ തൂക്കി ഇങ്ങനെ ഞാൻ വലിയ കേരളത്തിൻ്റെ സാംസ്കാരിക നായകൻ അതായത് ഹോൾസെയിലായിട്ട് വിതരണം ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ നടക്കുകയാണ്. AKG സെൻറ്ററിൻ്റെ എങ്ങനെയാണ് വന്നത്? അത് AK ആൻ്റണിയുടെ ഒരു ഔദാര്യത്തിലല്ലേ. അന്ന് AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നു. ഇവർ കൊണ്ടുപോയി ഒരു അപേക്ഷ കൊടുത്തു. നമ്മൾ ഈ AKGയുടെ പേരിൽ, AKG എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്ന പാവങ്ങളുടെ പടത്തലവൻ, അദ്ദേഹം പാർലമെന്റിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു അവിടെ ഇരിക്കും ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി. ഇപ്പം ഈ റഹീം പ്രസംഗിക്കുന്ന ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ആരും കാണത്തില്ല. ഈ വീഡിയോ എടുത്ത് നോക്കുക, റഹീം പ്രസംഗിക്കുമ്പോൾ എല്ലാം ഞാനതായതായി ഇയാൾ പാർലമെൻറ്റിലാണോ സംസാരിക്കുന്നത് അതോ ഡൽഹിയിൽ വല്ല മുറുക്കാൻകടയിൽ നിന്ന് സംസാരിക്കുകയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ ഒന്നും ആരുമില്ല. AKG സംസാരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അവിടെ ഇരിക്കും. NK പ്രേമേന്ദ്രൻ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി അവിടെ ഇരിക്കുമല്ലോ. അതെ, ശ്രദ്ധിച്ച് കേൾക്കും. അവരുടെയൊക്കെ ഒരു കാലിബർ എന്ന് പറയുന്നത്. പിന്നെ അതിനൊപ്പം ഇപ്പം ഇവന്മാർ ഏതോച്ചം പ്രസംഗിക്കുമ്പോൾ അവിടെ ആരിയിരിക്കുന്നത്? അതാണ് റഹീമിനെ പോലുള്ള പാർട്ടിയൊക്കെ അല്ലേ. അപ്പോൾ AKGയുടെ പേരിൽ ഗവേഷണം നടത്താനും പഠിക്കാനും ഒക്കെയായിട്ട് ഞങ്ങൾക്കൊരു കുറച്ച് സ്ഥലം തരണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു AKGയുടെ പേരിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ AK ആൻ്റണിയും വിചാരിച്ചു, AK ആൻ്റണി ശുദ്ധനല്ലേ, ഇതൊക്കെ പറഞ്ഞാൽ ആർക്കും ഒരു ഗുണവും ചെയ്യാത്ത ആളാണ്, ഒരു ഗുണവും മണവും ഇല്ലാത്ത ആളാണ്, അങ്ങനല്ലേ.
എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അദ്ദേഹം വിവാദങ്ങളിലൊന്നും പെടാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഒരു ഗുണവുമില്ലാത്ത ഒരാളാണ്. ഒരിക്കൽ ഞാൻ പിന്നെ നമ്മുടെ പഴയ ഒരു സീരിയൽ നടനൊക്കെ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം പിന്നെ മിലിറ്ററിയിൽ ഇരുന്നു. അതെന്തോ 13 വർഷം എന്തോ അത് ഇരുന്ന് കഴിഞ്ഞാലേ അതിൻ്റെ പെൻഷൻ കിട്ടത്തുള്ളൂ. AK ആന്റണി വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയുള്ളവർക്കും വേണമെങ്കിൽ കൊടുക്കാം. AK ആന്റണിയെ കണ്ട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം എടുത്ത വായിലെ പറഞ്ഞ അതിലും ഭേദം ഞാൻ ഈ അടുത്തുള്ള പോസ്റ്റിനോട് പറഞ്ഞാൽ ചിലപ്പോൾ അത് കാറ്റത്തെങ്കിലും ഒന്ന് ആടി തലകുലി എന്നുള്ള രീതിയിലാണ്. AK ആന്റണി ആർക്കും ഗുണമൊന്നുമില്ലെന്ന്. അതെന്തായാലും ആയിക്കോട്ടെ. പക്ഷേ ഈ CPMകാർക്ക് അത് ചെയ്തു കൊടുത്തു. അപ്പോൾ AK ആന്റണി വിചാരിച്ചോ ഇവന്മാർ നന്നാകുന്നുണ്ടെങ്കിൽ നന്നാകട്ടെ, ആടിയും കുത്തും വെട്ടും ഒക്കെ ഒന്നുമില്ലാതെ ഇനിയും AKG ഭവൻ എന്ന് AKG സെൻറ്റർ ഉണ്ടാക്കിയിട്ട് അവിടെ വലിയ പഠനവും ഗവേഷണവും ഒക്കെ നടത്തട്ടെന്നും പറഞ്ഞ് സ്ഥലം വിട്ടുകൊടുത്തതാണ്. കണ്ണായ സ്ഥലത്താണ്. കേരള സർവകലാശാലയുടെ ഭൂമിയാണ് വാസ്തവം. യൂണിവേഴ്സിറ്റി കോളേജിന്റെ എതിർവശം. പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ അടി ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ, SFI പിള്ളേരെല്ലാം നേരെ ഈ മതിലല്ല, ഇപ്പുറത്തൊരു ഗേറ്റ് അവിടെ പൊളിച്ചിട്ടിട്ടുണ്ട് ഇവർക്ക് മാത്രം പോകാനായിട്ട്. പിന്നെ എനിക്ക് സംശയമുണ്ട് അടി കൂടെ പാസ്സായി വല്ലതും ഉണ്ടോ, അണ്ടർഗ്രൗണ്ട് തുരങ്കം വല്ലതും ഉണ്ടോ എന്നും സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ AKG സെന്ററിനകത്ത് കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ അറിയത്തില്ലെന്നേ. വലിയ പിന്നെ രാവണൻകോട്ട പോലെ കേട്ടോ. ഇപ്പൊ ഈ പുതിയ AKG സെന്ററും അങ്ങനെയാണ് സാർ. ഭൂമിക്കടിയിൽ മഴവെള്ള സംഭരണി, ഏറ്റവും മുകളിൽ കറങ്ങുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം, അങ്ങനെയൊക്കെയാണ്. പിന്നെ എല്ലാം ശീതീകരിച്ച മുറികൾ, എല്ലാ സംവിധാനങ്ങളും. ഇവര് പിന്നെ 10ാം ഉദയം തന്നെ എടുത്തതിന്റെ കാര്യമേ അതിങ്ങനെ വളർന്ന് പന്തലിച്ച് പോഷിച്ചു വരണം, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കെട്ടിടത്തിൽ ഇനി ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ഗവേഷണം നടക്കുന്നത് കേട്ടോ. ഇപ്പുറത്ത് ചിലപ്പോൾ ഗുണ്ടായിസമായിരിക്കും, അത് പഠിപ്പിക്കും. റഹീമും ബ്രിട്ടാസും ഒക്കെ കൂടി ഇരുന്ന്. അപ്പുറത്ത് ഗവേഷണമായിരിക്കും. നമ്മുടെ സാംസ്കാരിക ആചാര്യൻ MA ബേബിയുടെ നേതൃത്വത്തിലുള്ള പഠന ഗവേഷണമായിട്ട് മാറും. എന്തായാലും AKGയുടെ പേരിൽ തന്നെയാണ്. പുതിയ കെട്ടിടത്തിലേക്ക് MA ബേബിക്ക് പ്രവേശനം കൊടുക്കുമോ പിണറായി? അതെ. ഈ പഴയ AKG സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് EMS ആയിരുന്നു. ഇപ്പം ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കാരണഭൂതനാണ് ഉദ്ഘാടനം നടത്തിയത്. പക്ഷേ AKGയുടെ മകള് ലൈലയും ഉണ്ടായിരുന്നു. പിന്നെ ഭൂമിക്കടിയിൽ മഴവെള്ള സംഭരണിയും ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഇത് ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടത്? ഇപ്പം അവർക്കറിയാം ഏറിയാൽ ഒരു തവണ കൂടി ഭരണം കിട്ടും. അത് ജനപ്രിയത കൊണ്ടൊന്നും കിട്ടുന്നതല്ല. 2026 പ്രതിപക്ഷം അവന്മാരെ കൊണ്ട് കാശിന് ഗുണമില്ലാത്തത് കൊണ്ട്, അതുകൊണ്ട് പിന്നെ BJP ഇവിടെ ഒരു സ്പേസ് പിടിക്കുന്നു. അപ്പോൾ പിണറായി ഹാട്രിക് അടിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ടാക്കാവുന്നത് മുഴുവൻ ഉണ്ടാക്കണം. ചിലപ്പോൾ ഭരണം കിട്ടിയില്ലെന്നും വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഈ CPMന്റെ ആസ്തി എന്താവും ആലോചിച്ച് നോക്ക്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ദേശാഭിമാനി എഡിഷനില്ലേ. CPIക്ക് എത്ര എണ്ണം ഉണ്ട്? പണ്ട് CPIയുടെ മുഖപത്രം ജനയുഗം കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് കടപ്പാക്കട ജംഗ്ഷനിലാണ്. അതെ. ജനയുഗവും പിന്നെ ജനയുഗം വാരിക, ബാലയുഗം, കുട്ടികളുടെ മാസിക, ഇതൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ KSRTC ബസ്സൊക്കെ ഈ കടപ്പാക്കട ജംഗ്ഷനിൽ ഈ ജനയുഗം പ്രസിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നിരന്ന് കിടക്കും. അന്ന് ബസ്സിലാണല്ലോ ഇതെല്ലാം കൊണ്ടുപോകുന്നത്. ഈ ബസ്സിൽ ഇതെല്ലാം ലോഡ് ചെയ്യും ജനയുഗം. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താ? ഇപ്പോൾ അതുവഴി KSRTC പോകുമ്പോഴേ ഒരു ഘട്ടങ്ങാനും എടുത്തെറിഞ്ഞാൽ ഈ KSRTCക്കകത്ത് വീണെങ്കിലായി, ഇല്ലെങ്കിൽ പോയി. അങ്ങനത്തെ സ്ഥിതിയിലാണ് ജനയുഗത്തിൻ്റെ അവസ്ഥ. പക്ഷേ ഇവരെ കണ്ടുപിടിക്കണം. ദേശാഭിമാനി തിരുവനന്തപുരത്ത് തന്നെ ദേശാഭിമാനി ഓഫീസ് ഇരിക്കുന്നത് കണ്ണായ സ്ഥലത്ത്. അതുപോലെ എല്ലാ ഇടങ്ങളിലും പാർട്ടി ഓഫീസുകൾ, വെളപ്പിൽ ശാലയിൽ EMS അക്കാദമി ഇല്ലേ, അവിടെ വലിയ ഗവേഷണമാണ് നടക്കുന്നത് EMSന്റെ പേരിൽ. എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തുമില്ല. അതുപോലെ പിന്നെ ഇവരുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ പോലും കണ്ടാലോ ഞെട്ടിപ്പോകും. അപ്പോൾ വലിയ ആസ്തിയുള്ള പാർട്ടി തന്നെയാണ് CPM. എന്നാലും സാർ, ഈ ഒരു ചോദ്യം മുഴങ്ങുന്നു. ഈ രാജ്യം ഇത്ര ഒരു ദുഃഖപൂർണമായ നിമിഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു വേളയിൽ തന്നെ വേണമായിരുന്നോ ഈ ഉദ്ഘാടനം എന്നുള്ളതാണ് ചോദ്യം. ഇവർക്കിത് വല്ലതും ഉണ്ടോ? അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. 10ാമത് ഇനി അടുത്ത വർഷം വരെ വരത്തുള്ളൂ. അതുവരെ കാത്തിരിക്കാൻ പറ്റുമോ? മാർപ്പാപ്പയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവർ അകത്ത് കയറി. കാശ്മീരിൽ മരിച്ചു വീണവർക്കും MA ബേബി മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു. ഇല്ല, മരിക്കുന്നില്ല,
എനിക്ക് ഈ ബേബി പല ശവസംസ്കാര ചടങ്ങിലും പങ്കെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് വലിയ ഈ സഞ്ചിയും തൂക്കി ഇല്ല മരിക്കുന്നില്ല, അങ്ങ് ഉള്ളിൽ ജീവിക്കുന്നു എന്നും പറഞ്ഞ് പാവം അവരുടെ കുടുംബമാണ് കണ്ണീരൊലിച്ച് നിൽക്കുന്നത്. അപ്പോഴാണ് ഇല്ല മരിക്കുന്നില്ല എന്നും പറഞ്ഞ്. AK സെൻറ്ററിൻ്റെ എന്തെങ്കിലും ആകട്ടെ, ഇന്ത്യ കേരളത്തിൽ വലിയൊരു ലോകത്ത് തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്ന ഒരു സംസ്ഥാനമല്ലേ. അതെ. അപ്പം അതുകൊണ്ട് നമുക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് തന്നെ ഇങ്ങനെ കണ്ട് പറഞ്ഞു നിർത്താം. മനുഷ്യനാകണം. അതെ. എന്ന് അവരുടെ പ്രസ്ഥാനത്തിലുള്ള ഒരാൾ പാടിയിട്ടില്ലേ, മനുഷ്യനാകണം മനുഷ്യനാകണം. അതാണ് ഏറ്റവും വലിയ കവിത എന്ന് പറയുന്നത്. വൈലോപ്പിള്ളിയും എളശ്ശേരിയും ഒന്നുമല്ല, ഇവരൊക്കെയാണ് വലിയ കവികൾ.